യാ ഇനി കുറച്ച് നന്ദി. സോ ടോക്സ് കഴിഞ്ഞു, ഇനി നന്ദിയുടെ സമയമാണ്. ഐ ജസ്റ്റ് നീഡ് ടു താങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ, എസ്പെഷ്യലി ആയിട്ട് ഫർസീനിക്ക. ഞാൻ പണ്ട് തേർഡ് ഇയർ ആയിരുന്ന സമയത്ത് എനിക്കൊരു ഡിജിറ്റൽ ഓഷ്യൻ ഡ്രോപ്ലെറ്റ്, പ്ലൂട്ടോ എന്ന് പേരുള്ള ഒരു ഡ്രോപ്ലെറ്റ് ഇട്ടുന്നത്, എടാ മോനെ ഇതിനകത്ത് എനിക്കൊന്ന് ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്താൽ, അങ്ങനെ ക്യാഡ് ഇൻസ്റ്റാൾ, എനിക്ക് കേൾക്കാത്ത എന്തൊക്കെയോ വാക്കൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്തിട്ട് വാ ഞാൻ കാശ് തരാം എന്ന് പറഞ്ഞു. എനിക്ക് 10,000 രൂപ ആയിട്ട് പുള്ളി തന്നു ഇത് ചെയ്യാൻ വേണ്ടി. എനിക്ക് ഇതൊന്നും ഒരു തേങ്ങ അറിയത്തില്ല. ഇതും പ്രിയേ കൂടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ അന്ന് പോയി കണ്ടുപിടിച്ച് പഠിച്ച കുറെ സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഇന്നിപ്പോ കഞ്ഞി ആൻഡ് പയർ വാങ്ങിച്ച് ജീവിക്കുന്നത്. റൈറ്റ്? ഇല്ല $5 കുഞ്ഞു ഡ്രോപ്ലെറ്റ്. വളരെ 18 GB കുഞ്ഞു ഡോളർ, കുഞ്ഞു ഡ്രോപ്ലെറ്റ്. പിന്നെ എഡ്വിൻ ബേസിൽ, ഇങ്ങേർ കാരണമാണ് ഞാൻ CFS പുള്ളി ഡെപ് കോൺഫിന് ഇവിടെ വന്നപ്പോൾ ആണ് CFSനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഹീസ് വർക്കിംഗ് ഇൻ ഹറാം കാനോണിക്കൽ ബൈ ദ വേ. പക്ഷേ പിന്നെ എൻ്റെ ഫോസൽ NITCയിലെ കുട്ടികൾ, അവർ ഗേവ് മീ ചാൻസ് ടു ലൈക്ക് ഡു ഓൾമോസ്റ്റ് ഓൾ ദീസ് സ്റ്റഫ്. ആൻഡ് ലൈക്ക് ഫോസലിന് പാരലായിട്ട് ഞങ്ങൾ തുടങ്ങിയ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് ഗ്ലഗ് NITC. ഇവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതിലെല്ലാത്തിലും ഉപരി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് ദ ഫ്ലേക്കി ബോയ്സ്. സോ അഗൈൻ റാൻഡം ആയിരുന്നു. ആസ് ഇൻ ലൈക്ക് തുടങ്ങിയ, ഐ മീൻ ആസ് യു മൈറ്റ് ഹാവ് സീൻ ഓൾമോസ്റ്റ് എല്ലാ കൊച്ചി ഫോസ് മീറ്റപ്പിലും ഒരു നിക്സ് ടോക്ക് ഉണ്ട്, റൈറ്റ്? ആൻഡ് ലൈക്ക് ഞാനും ഇത് ചെയ്യണ്ട്. ഞാൻ ആദ്യമായിട്ട് സാധനം കാണുന്നത് എന്താ പറയുക, ആദ്യമായിട്ട് നിക്സ് ടോക്ക് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുലിന്റെ ടോക്കാണ്. അതുലിന്റെ ഡെവ്ഷെൽ ടോക്ക് കണ്ടപ്പോഴാണ് ഡെവ്ഷെൽസ് ഇത് കൊള്ളാലോ, റൈറ്റ്? പിന്നെ തളപതിയിലെ നെക്സ് പിന്നെ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും യെസ് ഐ ക്യാൻ ഡു ഇറ്റ് ഇൻ നിക്സ്, ഐ വിൽ ഷോ യു ഇറ്റ് ഇൻ നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആദിത്യ ആര് അതുൽ ഭായോ. ഓക്കെ, എനിവേസ് അങ്ങനെ ലൈക്ക് എന്ത് കൊനഷ്ടുണ്ടെങ്കിലും കുന്തിരിക്കുണ്ടെങ്കിലും ഫ്ലേക്കി ബോയ്സ് ഇസ് ദെയർ ടു ലൈക്ക് ഹെൽപ്പ് ആൻഡ് റെസ്ക്യൂ വിത്ത് സ്റ്റഫ്. അടിച്ചു പോയോ? എന്റെ സൈഡല്ലല്ലോ, എന്റെ സൈഡാണോ? ആൻഡ് കഴിഞ്ഞു. സോ ഒരു സ്ലൈഡും കൂടി കഴിഞ്ഞുള്ളൂ. ദാറ്റ്സ് ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? യെസ് ഒരാൾ ഫസ്റ്റ്. ഈ സീക്രട്സ് സോഴ്സിൽ കമ്മിറ്റ് ചെയ്ത കാര്യം പറഞ്ഞല്ലേ, സ്റ്റിൽ അത് എൻക്രിപ്റ്റഡ് അല്ലേ? അപ്പോൾ അത് സ്റ്റിൽ ഹൈ എൻട്രോപ്പി സ്ട്രിങ്ങും അല്ലേ? അപ്പോൾ അത് ഗിറ്റബ് അല്ലെങ്കിൽ ഗിറ്റ്ലാബ് ഒക്കെ ഫ്ലാഗ് ചെയ്യില്ലേ? സോപ്സ്നിക്സ് ഒന്ന് പറഞ്ഞു കൊടുക്കും. സോപ്സ്നിക്സ് അല്ല, ഇപ്പൊ സോപ്നിക്സ് വെച്ചിട്ട് നിങ്ങൾ സീക്രട്സിനെ എൻക്രിപ്റ്റ് ചെയ്തു. അപ്പൊ എൻക്രിപ്റ്റ് ചെയ്താലും സ്റ്റിൽ അതൊരു ഹൈ എൻട്രോപ്പി സ്ട്രിങ് ആണ് എന്നുള്ളത് ഫ്ലാഗ് ചെയ്തിട്ടില്ല. യൂഷ്വലി ഈവൻ ഈ ജാങ്കോയുടെ മറ്റൊരു സീക്രട്ട് ഇല്ലേ, അത് കയറിയാൽ കൂടി തന്നെ ഗിറ്റബ് ഫ്ലാഗ് അടിച്ച് തിരിച്ചു തരാറുണ്ടായിരുന്നു. ഇതുവരെ എനിക്കും റിപ്പോർട്ട് ഗിറ്റബ് ഈസ് ബ്രോക്കൺ. യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുവരെ നിക്സിന് പകരം ടാലോസോസ് നോക്കിയായിരുന്നോ? ഏതാ? നിക്സിന് പകരം ടാലോസോസ് നോക്കിയായിരുന്നോ? ടാലോസോസോ? ഓക്കെ ടാലോസോസ് ബേസിക്കലി കുബർനെറ്റ്സിന് മാത്രമായിട്ട് ഉണ്ടാക്കിയ. പക്ഷെ എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഈ ടാലോസോയ്സ് ഞാൻ എങ്ങനെ എന്റെ മറ്റേ ഒറാക്കിൾ വിഎമ്മിൽ പോയി ചെയ്യും? ലൈക്ക് ഒറാക്കിൾ വിഎമ്മിന് അതിനകത്തൊരു കസ്റ്റം ഇമേജ് ഉണ്ടാക്കണ്ടേ? അവര് ISO സമ്മതിക്കില്ല. അത് കാശ് കൊടുക്കണം, അതിനെ കാശ് കൊടുക്കണം. എന്റെ അറിവ് ശരിയാണെങ്കിൽ കാശ് കൊടുക്കണം. ലോക്കലിയോ? എന്തോ അല്ല, ലോക്കലി നിന്റെ സിസ്റ്റത്തില് ചെയ്യാനോ? അഗൈൻ എന്റെ പോയിന്റ് ഈസ് ദാറ്റ് അതെന്തോ K3s ആണോ അതോ കുബർനെറ്റിസ് ആണോ? അത് കുബർനെറ്റ്സാ. ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ സംഭവം. പിന്നെ എന്തോ ചോദിച്ചോ എന്തിന് ക്യൂബർനെറ്റിസ് ആവശ്യമുണ്ടോ? ക്യൂബർനെറ്റിസ് അല്ല, നിക്സ് ആവശ്യമുണ്ടോ? ബൂട്ട്സി കണ്ടെയ്നേഴ്സ് എന്തായി? മതി. പക്ഷേ ദാറ്റ്സ് ദി തിങ്, വൺ റിംഗ് ടു റൂൾ ദം ഓൾ. വൺ റിംഗ് ടു ആസ് ഇൻ ലൈക്ക് ഇപ്പോ എന്റെ ലാപ്ടോപ്പില് കുറെ സാധനങ്ങൾ ചെയ്യാനുണ്ട്. അതും ഇത്
എല്ലാത്തിനും ഒരു ഒറ്റ വഴിക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് എല്ലാം ഓടിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് എന്നുള്ളൊരു സാധനത്തിലാണ് ഞാൻ പറഞ്ഞത്. മോണോറിപ്പോസ്. ഞാൻ ജസ്റ്റ് ലൈക്ക് ലാസ്റ്റ് ഇന്ത്യ ഫോഴ്സിൽ ഒരാൾ റേസ് ഒരു ഫുൾ ടോക്ക് ഇട്ടായിരുന്നു, നിക്സോസ് വേണ്ടാന്നോ, ബൂട്ട് സി കണ്ടെയ്നേഴ്സ് ദ നെക്സ്റ്റ് തിങ് എന്നൊക്കെ പറഞ്ഞു. സോ ഐ ജസ്റ്റ് നോ, ഐ ഡോണ്ട് നോ ഇപ്പൊ സ്റ്റാറ്റസ് എന്താണ്. ലൈക്ക് എനിക്കറിയത്തില്ല, ഞാൻ ബൂട്ട് സി കണ്ടെയ്നേഴ്സ് ബേസിക്കലി ഡോക്കർ ഇമേജ് ബൂട്ട് ചെയ്യാൻ പറ്റും. അല്ല യൂഷ്വലി ഡോക്കർ കണ്ടെയ്നേഴ്സ് ഒന്നും ഫ്രം എ നോൺ ടെക് ഗൈ പെർസ്പെക്റ്റീവ് that's a പ്രശ്നം. I am not a non tech guy. I am the tech guy. yes വീണ്ടും വരൂ. ഓക്കെ, ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാത്തിലും കൺട്രോൾ പ്ലെയിൻ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പൊ അത് തന്നെ അത്യാവശ്യം കുറെ റാം ഉപയോഗിക്കുന്നില്ലേ? ഇല്ല, K3S ആ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നില്ലേ, K3S വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സിംഗിൾ പ്ലെയിൻ ആകെ കൺട്രോൾ പ്ലെയിൻ ആകുമ്പോ ഒരു കുറച്ച് പോർട്സ് ഉണ്ടാവും. പിന്നെ ECD തൊട്ട് ഹലോ ഫ്ലാനലല്ലേ ഇതിലല്ലോ, K3S ഫ്ലാനല ലൈറ്റ് വെയിറ്റാ, വളരെ ചെറിയ റാം യൂസേജ് ഉള്ളൂ, നിസ്സാരം. അതാണ്, അതുകൊണ്ടാണ് താലോസ് വരുമ്പോ കുബർനെറ്റീസ് അല്ലേ, കുബർനെറ്റീസ് വരുമ്പോ 1 GB പാക്കേജ് വന്നില്ലേ, അതിന്റെ കൂടെ റാം യൂസേജ് വന്നില്ലേ. ഇനി കൺട്രോൾ പ്ലെയിൻ ഉള്ള വർക്കർ ഇട്ടിട്ട് ഹൈ അവൈലബിലിറ്റി ആണ് അല്ല ഞാൻ പറയുന്നത്, അതിനകത്ത് എപ്പോഴെങ്കിലും വർക്കർ കൂടി മെമ്മറി യൂസേജ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കിയുണ്ടോ? മൊത്തം ക്രാഷ് ആവും, കൺട്രോൾ പ്ലെയിനേ പോവും. പ്രയോറിറ്റി അല്ലല്ല, പ്രയോറിറ്റി ഷുഡ് ബി ഓൾവേസ് ലൈക്ക് കൺട്രോൾ പ്ലെയിൻ ഓവർ വർക്ക്ലോഡ്. അതെ, പക്ഷെ കൺട്രോൾ പ്ലെയിന് പോവും, അതാണ് പ്രശ്നം. ആണോ? ആ അത് ഇത് ഡൗൺ ആണെന്ന് അറിയണല്ലോ. അതെ, ഇത് ഡൗൺ ആയി വരുമ്പോഴേക്കും അപ്പൊ ട്രാഫിക് അവിടെ ഇരുന്നിട്ട് അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത്, ട്രാഫിക് അപ്പോഴും എന്റെ സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയറെ വിശ്വസിക്കാം. എന്റെ സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയർ ഓഫാക്കി ഓണാക്കും, ശരിയാവും. അതെ അതെ, നന്നായോ നന്നായോ എന്ന് ഞാൻ പറയില്ല. Any more questions? എന്തോ 5 വർഷം മുമ്പത്തെ കമ്മിറ്റി എടുത്തിട്ട് 5 വർഷം വെയിറ്റ് 5 വർഷം പഴയത് എല്ലാ തവണ സൂഡോ അപ്ഡേറ്റ് അടിക്കുമ്പോൾ അതേ തന്നെ ആയിരിക്കും. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? Any other questions? I have a question. മറ്റേ ഈ ഡിസ്ക് പാർട്ടീഷനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒറാക്കിളിനകത്ത് കയറിയിട്ട്. അപ്പൊ ഇത് ഒറാക്കിൾ എനിക്ക് തോന്നുന്നു ഉബുണ്ടു മാത്രം അലോ ചെയ്യുന്നുള്ളൂ, VMനകത്ത് അല്ലേ? ഒറാക്കിൾ നെക്സ് ഉണ്ട്. അപ്പൊ ഇത് പാർട്ടീഷൻ ചെയ്യുമ്പോ ഇത് ഉബുണ്ടുനകത്ത് കയറി നിക്സ് റാമിനകത്തേക്ക് ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഉബുണ്ടു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ പാർട്ടീഷനിങ് വീണ്ടും ചെയ്യുന്നത് എവിടെ വെച്ചിട്ട് ആ ലൈഫ് സ്റ്റേറ്റിൽ തന്നെയാണോ? മരക്കൊമ്പിൽ ഇരിക്കുമ്പോ തന്നെയാണ് നമ്മൾ മരക്കൊമ്പിൽ ഇരിക്കുമായിരുന്നു. മരക്കൊമ്പിൽ ഇരുന്നെങ്കിൽ നമ്മൾ പയ്യെ നീങ്ങി ഇവിടെയാണ് മുറിക്കുന്നത്. സിസ്റ്റം ഓൺ ആയിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ എഞ്ചിൻ ഉൾപ്പെടെ മാറ്റാൻ പറ്റും. അപ്പൊ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഈ സാധനം മൗണ്ടഡ് അല്ലേ? അല്ല അതൊക്കെ അൺമൗണ്ട് ചെയ്ത് മാറ്റി വെച്ച. മൗണ്ടഡ് ആണോ അൺമൗണ്ടോ? ഫ്ലേക്കി ബോയ്സ്. അതിന് പിന്നെ വേറെ ഒരുത്തനും ഫോട്ടോസ് വെച്ചില്ല. ഇവന്മാർക്ക് ഫോട്ടോസ് വെച്ചെന്നില്ല. എനിക്ക് എന്തെങ്കിലും വന്ന ഇവന്മാരുടെ കൂടി ടോക്കാണെന്ന് എനിക്കറിയാം. ലോഡ് ചെയ്യിക്കും, എന്നിട്ട് ഉണ്ടായിരുന്ന സിസ്റ്റത്തിന് അൺമൗണ്ട് ചെയ്തു. അപ്പൊ റാമിൽ ഇല്ലെങ്കിൽ OS പിന്നെ പാർട്ടീഷൻ ഫുള്ള് ചെയ്യാം. ലൈവ് OS സെയിം OS ആണ്. അതെല്ലാം റിമോട്ട്ലി ഒറാക്കിളിന്റെ സർവറിനകത്ത് നിന്ന് ചെയ്യാം. നൈസ്. ഇങ്ങനെയാണ് ഞാൻ എന്റെ ഏജൻസിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. ഒറ്റ തവണ ക്ലീൻ പീക്കർ. സോ ഒറാക്കിളില് റീബൂട്ട് ചെയ്തപ്പോ ക്ലീൻ ആയിരുന്നു. എന്റെ മറ്റേ ടെസ്റ്റ് ചെയ്ത് കളിക്കുമ്പോ ലൈക്ക് ഇത് ഒരു പ്രാവശ്യം ആ സ്വിച്ച് ഓവർ നടന്നില്ലെങ്കിൽ വിചാരിക്കും, അങ്ങനെ ഫെയിലിയർ ഒന്നും വന്നില്ല. ഫെയിൽ ആയി കഴിഞ്ഞാൽ തിരിച്ചു പോകും. എനിക്കിപ്പോ 100% സക്സസ് റേറ്റ് ആണ് ക്ലൗഡിൽ ഉണ്ടായിരുന്നത്. നല്ല ദുരന്തമായിരുന്നു ലാപ്പി ചെയ്തപ്പോ.
ആ ഞാൻ 3-4 തവണ ലാപ്ടോപ്പിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ. അപ്പോഴാണ് ഞാൻ എഡ്ജ് കേസസ് കണ്ടുപിടിച്ചത്. അതായത് സ്റ്റാറ്റിക് IP വേണമെന്നുള്ളതൊരു എഡ്ജ് കേസാണ്. അപ്പോഴാണ് ഞാൻ Cloudflare-യുടെ വർക്ക് അറൗണ്ട് കണ്ടുപിടിച്ചത്. റൈറ്റ്, അങ്ങനെ കുറച്ച് ക്ലൗഡ് യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല. ക്ലൗഡ് ബൈ ഇറ്റ് സെൽഫ് സപ്പോർട്ടഡ് ആണ്, ഒരു കുഴപ്പമില്ല. എനിക്ക് ആക്ച്വലി നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈശ്വര, അതെങ്ങാനും അടിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ 18 GB ഇതും പോയി, മറ്റേ കയ്യിലിരുന്ന് ഇതും പോയി. അത് അതെ, പെണ്ണും കയ കണ്ണും കയ എന്നൊക്കെ പറഞ്ഞ കുഴപ്പമുണ്ടാവില്ല. ആ ഡിസ്ക് റിമൂവ് ചെയ്തിട്ട് വേറെ ഡിസ്ക് ഇടാൻ പറ്റും. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അല്ലല്ല, സെയിം ഡിസ്ക് തന്നെ. അതായത് ഇതിപ്പോ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാല് ആ ഡിസ്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ഡിസ്ക് അറ്റാച്ച് ചെയ്യാനൊക്കെ എന്തൊക്കെ പറ്റും? പറ്റില്ലേ? അല്ല, അത് റീഇനിഷ്യേറ്റ് ചെയ്യാം. എന്താ Oracle Cloud റീഇനിഷ്യേറ്റ് ചെയ്യാം. അല്ല, പെയ്ഡ് അല്ലല്ലോ. പെയ്ഡ് ആണെങ്കിൽ മറ്റേ ഇമേജ് മാറ്റാൻ റീബിൽഡ് ചെയ്യാനൊക്കെ അതെ, Oracle പെയ്ഡ് ആണെങ്കിൽ കുറെ കില്ലാടിത്തരങ്ങൾ കാണിക്കാം. ഫ്രീ ആണല്ലോ. ഡിലീറ്റ് ചെയ്യരുത്, ആരും ഡിലീറ്റ് ചെയ്യരുത്. ഞാൻ ചെയ്ത തെറ്റ്. Oracle VM ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണ്. അന്ന് കിട്ടാതെ റീഇനിഷ്യേറ്റ് ചെയ്യണം. എടുക്കാൻ വേണ്ടി ഞാൻ അതും എന്നോട് ആരോ പറഞ്ഞു, പേപ്പുള്ളിൽ കിട്ടിയതല്ലേ? ആണോ? എത്ര രൂപ തരും? പക്ഷെ ലിമിറ്റ് ഇതാണ്. CPU രണ്ടെണ്ണോ? 1 GB 1 CPU കിട്ടും. അത് ഫിക്സ്. ആ ഷേപ്പ് 2 കിട്ടും. പിന്നെ അപ് ടു 24 GB റാമും അപ് ടു 4 OCPയും ARM64 കിട്ടും. അത് 2 ക്രിയേറ്റ് ചെയ്യാം, 4 ക്രിയേറ്റ് ചെയ്യാം, അത് 1 ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എല്ലാത്തിൻ്റെയും ബൂട്ട് വോളിയം സമ്മ് 200 GB ഡീലാവണം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബൂട്ട് വോളിയം മിനിമം 50 GB, അങ്ങനെ വരികയാണെങ്കിൽ മാക്സിമം 4 കഷ്ടപ്പാടാ. ഇതാകുമ്പോൾ എൻ്റെ ഒറ്റ മെഷീൻ മതി, ധാരാളം. യെസ്, ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. എന്തോ സെക്യൂരിറ്റി ഇഷ്യൂ ആണ് ചോദിക്കണേ. സെക്യൂരിറ്റി. സോ ബേസിക്കലി ട്രാഫിക് അത് നമ്മുടെ എന്താ കെനോബിയിൽ ഓടുന്നുണ്ടല്ലോ, ആ സിസ്റ്റത്തിലേക്ക് ആർക്കെങ്കിലും ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ വീട്ടിലുള്ള എല്ലാ സിസ്റ്റത്തിലേക്കും ടെയിൽ സ്കെയിൽ വെച്ചിട്ട് ആക്സസ് കിട്ടില്ലേ? ട്രാഫിക് ഏത് ടെയിൽ സ്കെയിൽ ഇൻസ്റ്റൻസിൽ കിട്ടിക്കഴിഞ്ഞാലും ബാക്കിയുള്ള എല്ലാ ഇതിനകത്തും കിട്ടും. ഫെയിലിയർ ACL, അതെ, അതാണ് ഞാൻ ചോദിക്കണേ. സെറ്റപ്പ് ചെയ്യാൻ അതെ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം ACL കൊടുക്കുമ്പോഴും പ്രശ്നം വരുന്നത് ഇത് ക്ലസ്റ്ററിന്റെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടുമല്ലോ. കാരണം ക്ലസ്റ്റർ ഒരു ഫുൾ K3S അവിടെ ഓടുന്നുണ്ടല്ലോ. അപ്പൊ K3Sന്റെ സീക്രട്സ് അവിടെ ഓൾറെഡി സിസ്റ്റത്തിലുണ്ട്. അപ്പൊ അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ ഡാറ്റ കിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. കിട്ടും. അപ്പൊ കൺട്രോൾ പ്ലെയിനിക്ക് മൊത്തം ആക്സസ് കിട്ടിയില്ലേ? 3 കൺട്രോൾ പ്ലെയിൻ ആയി കഴിഞ്ഞാൽ വി ആർ ലൈക്ക് എന്താ ഇൻക്രീസിംഗ് ദ അറ്റാക്ക് സർഫേസ്. അത് ശരിയാണ്, പക്ഷേ ഹൈ അവൈലബിലിറ്റി ഓർ അറ്റാക്ക് സർഫേസ് എന്നുള്ളൊരു ഫാക്ടറിലാണ് അതവിടെ പോകുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഇത് ട്രാഫിക് മാത്രം ക്ലസ്റ്ററിൽ വരുത്താണ്ട് അത് വേറൊരു സിസ്റ്റത്തിൽ മാത്രം ഓടിക്കുക. എന്നിട്ട് ടെയിൽ സ്കെയിലിക്കൂടെ ലൈക്ക് API റിക്വസ്റ്റ് മാത്രം സ്പെസിഫിക് ആയിട്ടൊരു ലോഡ് ബാലൻസർ പ്രൊവിഷൻ ചെയ്യുക സാധനം തിങ്കബിൾ ആണ്. എനിക്ക് അഗൈൻ കീപ് ഇറ്റ് സിമ്പിൾ സ്റ്റുപ്പിഡ് എന്നുള്ള സാധനത്തിലാണ് ഞാൻ പോണത്. കാരണം വെച്ചാൽ നമുക്ക് പതുക്കെ ലൈറ്റ് ടോക്ക് ഉണ്ട് വേറെ ആയിട്ട്. ഓക്കെ വൈശാഖ്, താങ്ക് യു ഫോർ ദ ടോക്ക്. അപ്പൊ ബൈ ഗൈസ്, താങ്ക്സ്. ജിസി ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ലിങ്ക് കയറി കിട്ടിയോ? ടെലഗ്രാം ഗ്രൂപ്പിൽ കയറുന്നുണ്ടോ? കൊച്ചി കേൾക്കണ്ടല്ലോ. ഞാൻ ന്യൂസ് വരുന്നത് നിങ്ങൾക്ക് പാലിന്റെ വണ്ടി ഇപ്പൊ ഇതുകൊണ്ട് ഞാനങ്ങ് പോയേനെ. ഭയങ്കര ക്ലിക്കാവണേ. ഹലോ. അയ്യോ, വൈശാഖിന് ഒരു പ്രത്യേക നന്ദി പറയണം. വൈശാഖിന്റെ
പുരോഗമനം ആസ് എ സ്റ്റുഡന്റ് ടു പ്രൊഫഷണൽ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈശാഖിന്റെ ഫസ്റ്റ് ടോക്കും ഐ റിമെമ്പർ സീയിങ് ദിസ് ഗൈ ഫോർ ദ ഫസ്റ്റ് ടൈം. ഒരു വിപ്ലവം തന്നെയായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഇറ്റ്സ് വെരി ഗുഡ് ടു സീ ഹിസ് പ്രോഗ്രസ് ആസ് ഹി ഗോസ് ത്രൂ മോർ ആൻഡ് മോർ കൊച്ചി പോസ്റ്റ് ടോക്സ്. വിപ്ലവം വൈശാഖ്. ഓ കോണ്ടാക്ട് നെയിം വിപ്ലവം വൈശാഖ് എന്നായിരുന്നു. Okay, next we have a quick lightning talk from Devdutt on something Rust, I believe. UI. Okay. Quick lightning talk and then we will wrap up. Okay. അപ്പോൾ എല്ലാവരെയും ഹായ്. ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു ബിക്കോസ് ഓഫ് വിച്ച് ഐ ഡിഡ് ദിസ് റൈറ്റ്. 1.5 months ബാക്ക് വൈശാഖ് പറഞ്ഞ പോലെ എൻ്റെ കമ്പനി എന്നെ വിട്ടുന്നവരെ വിട്ടത്. അപ്പോൾ സോ ഐ ഗോട്ട് ഫ്രീ ആൻഡ് ഐ വാസ് ലൈക്ക് 5 years back I had built this, right? While as a interview as part of the interview process I had built this. ഒരു 2048 എന്ന് പറയുന്ന ഒരു ഗെയിം ഇല്ലേ, അതിൻ്റെ ഒരു ടെർമിനൽ വെർഷൻ, റൈറ്റ്? The logic of this is like 5 years old, but then I was like, when I am free now, എന്താ ചെയ്യാന്ന്. So in like 1 week I used Claude obviously and TUI Ratatouille എന്ന് പറയുന്നൊരു സാധനം I had been hearing a lot about it, so it's like let's experiment with it and so this is what I yes visible ആണോ? Okay. So if anyone wants to go ahead and that's because of the Zoom. Yes, animations ഉണ്ട്. It's part of the TUI. ഇങ്ക് ഏതാ? ഇങ്ക് പാർഷ്യൽ. യെസ് ഫ്ലാഷ് എന്ന് പറയുന്നൊരു. സോ ഇൻ Ratatouille does this. So this is the code. I am working on it in my part time, and so if anyone wants to go ahead and check it out, right? QR code ഉണ്ട് if you want. എടാ ഇതിന്റെ ബ്രൈറ്റ്നസ് എങ്ങനെയാടാ കൂട്ട ജെറി? ബ്രൈറ്റ്നസ് എങ്ങനെയാ? ഫുള്ളാണോ? മാക്സ് ബ്രൈറ്റ്നസ് ആണോ? Devdutt will post the link in group. This goes to GitHub. I am moving it to Tangled. Tangled. Okay. Another thing. Quick thing. So I free time കുറെ ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് this is another side project that I am working on. ഏതാ? അല്ല this is using AP Activity Pub. So Strava അറിയാല്ലേ? This is so I'm in the process of open sourcing this. So if you want, you can self-host this soon. This is basically Strava but on the Activity protocol, Activity Pub protocol. It's already online, so if you want, you can check it out. Cool, thank you. Same place. Okay, we're gonna cut the cake and then we're gonna finally wrap this up. Thank you for coming to another yet successful Kochi Force meetup, and hopefully we can continue more 3 years, I guess. Yes. Hopefully. More 3 years. Mark. Is yours? Yeah.